ലോകത്തിൻ്റെ ശ്രദ്ധ പോലും ഇപ്പോൾ ഡൽഹിയിലാണ്. പ്രത്യേകിച്ചും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ റിമാൻഡിലായതിനു ശേഷം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയും പ്രതിഷേധം തുടരുകയാണ്. മദ്യനയ അഴിമതി കേസിൽ മറ്റ് പ്രതികൾക്കൊപ്പം ഇരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ പുതിയ നീക്കം. കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ ബുധനാഴ്ച മാത്രമേ ഡൽഹി ഹൈക്കോടതി പരിഗണിക്കൂ എന്ന വാർത്തയും നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ബൽറാം, ഈ ഒരുപക്ഷെ നമ്മുടെ ഈ കെജ്രിവാളിനെ പോലെ ഒരു നേതാവ് ആം ആദ്മി പാർട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ജയിലിലായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ പാർട്ടിയെ നയിക്കാൻ നേതൃത്വത്തിൻ്റെ അഭാവം അവർക്ക് ഫീൽ ചെയ്യുന്നതായി നമുക്ക് തോന്നുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഈ അരവിന്ദ് കെജ്രിവാളാണ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആം ആദ്മി പാർട്ടി എന്ന ആശയം കൊണ്ടുവന്നതും അത് രൂപീകരിച്ചതും അതിൻ്റെ മുഖവും മുദ്രാവാക്യവും എല്ലാം തന്നെ അദ്ദേഹം ജയിലിൽ പോകുന്നത് തീർച്ചയായും പാർട്ടിയെ ബാധിക്കും എന്ന ഉറപ്പാണ്. എന്നാൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു നീക്കമാണ്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് മനീഷ് സിസോദിയ അറസ്റ്റിലായി അദ്ദേഹത്തിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന തരത്തിലേക്ക് ഈ കേസ് എത്തും എന്ന് ഉറപ്പായിരുന്നു. ഇതിനനുസരിച്ചുള്ള കൂടിയാലോചനകൾ പാർട്ടി നേതൃത്വത്തിൽ നടക്കുകയും ചുമതലകൾ ആരെല്ലാം ഏതെല്ലാം ഘട്ടങ്ങളിൽ ഇത്തരത്തിലൊരു അടിയന്തര സാഹചര്യം വന്നാൽ നിർവഹിക്കണം എന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അപ്രതീക്ഷിതമായി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ജയിലിലിരുന്ന് ഡൽഹി ഭരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഏകസ്വരത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കളെല്ലാം തന്നെ പ്രഖ്യാപിച്ചതും. അതുകൊണ്ട് തന്നെ പാർട്ടി ഇക്കാര്യത്തിൽ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിതമാണ് നീക്കം എങ്കിൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായാലും കെജ്രിവാളിനും ഈ മദ്യനയ അഴിമതി കേസിലുള്ള മറ്റ് ആളുകളുടെ പങ്കും സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗത്തിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിനു വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യലിന് ഇന്നു മുതൽ വിധേയമാക്കും എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന എന്നുള്ളത്. മറ്റ് പ്രതികൾ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സിസോദിയ, കവിത എന്നിവരെ കെജ്രിവാളിനോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലേക്ക്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇ ഡി കടക്കുക. അതിനായുള്ള തയ്യാറെടുപ്പുകളും ഇ ഡി നടത്തിയിരിക്കുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. അതേസമയം ഈ റിമാൻഡ് ഒഴിവാക്കുന്നതിനായി നിയമ നീക്കങ്ങളിലേക്ക് കെജ്രിവാൾ നടത്തിയിരുന്നു. ഇന്ന് അടിയന്തരമായി അദ്ദേഹത്തിൻ്റെ ഈ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള റൌസ് അവന്യൂ കോടതി ഉത്തരവിനെതിരായി അദ്ദേഹം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പരിഗണിക്കണമെന്ന അപേക്ഷ കെജ്രിവാളിൻ്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചെങ്കിലും അത് പരിഗണിക്കപ്പെട്ടില്ല. ഈ വരുന്ന ബുധനാഴ്ച ഹോളി അവധിക്ക് ശേഷം മാത്രമായിരിക്കും കെജ്രിവാളിൻ്റെ ഈ ഹർജി പരിഗണിക്കുക. തൻ്റെ അറസ്റ്റും റിമാൻഡും അത് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിൽ കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുന്നത്. 28 വരെയാണ് അദ്ദേഹത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിൽ റൌസ് അവന്യൂ കോടതി വിട്ടിരിക്കുന്നത്. എസ് കെ എൻ. താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന്. ജോർജ് ഖേജ്, പ്രിയപ്പെട്ട എസ് കെ എൻ, രാവിലെ തന്നെ കൊടൈക്കനാലിൻ്റെ പ്രകൃതി ഭംഗി കാണിച്ച് കൊതിപ്പിക്കാതെ ഇപ്പോൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. താങ്കൾ പള്ളിയിൽ പോകൂ, ഒരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. രാജലക്ഷ്മി ടി എസ് വന്നത്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഗുഡ് മോർണിംഗ് രാജലക്ഷ്മി. അലക്സ് റാമിൻ്റെ തലമുടി കുറച്ച് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കോങ്കണ്ണ് പിടിക്കുമെന്ന് പറയുന്നു. അത് അലക്സ് നോക്കിക്കൊള്ളുന്നേ, നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിപിൻ അശോക് പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ ഇല്ലാത്ത സ്ഥലമാണ് പൂമ്പാറായി എന്ന് പറയുന്നു. നല്ല കാര്യമാണല്ലോ, അവിടുത്തെ ആൾക്കാർക്കൊന്നും അസുഖമില്ലെന്നല്ലേ എന്ന് മനസ്സിലാക്കേണ്ടത്. വിജയമോഹൻ നായർ പറയുന്നത് മീനാക്ഷി മുഖർജിയെ കൂടെ കൂട്ടാമായിരുന്നു, ആ രണ്ട് സ്ത്രീകളുടെ കൂടെ. ഞാനത് ദിലീപ് കുമാറിനോട് തീർച്ചയായിട്ടും പറയാം.